കാലമിടൽ തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നാമത്തെ കാലം മുതലാണ് കാലിട്ട് പറയാൻ പോണത്. 96 അക്ഷരങ്ങളെയാണ് ആദ്യം കാലിടണത്. പതികാലത്തിൽ ഒന്നാം കാലത്തിൽ 96 അക്ഷരങ്ങളാണ് വരുന്നത്. ആ 96 അക്ഷരകാലങ്ങളെ ഇവിടെ നമ്മൾ താളം പിടിച്ച് കാണിച്ചതിനനുസരിച്ചിട്ട് 32 + 16 + 16 + 16 + 2 യന്ത്രോട്ടം കലാസത്തിന് 16 കലാസത്തിന് ഇങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ കാലിട്ട് തുടങ്ങുന്നത് വലന്തല പിടിക്കുന്നതിന് സമാനമായിട്ടാണ് കാലിട്ട് തുടങ്ങുക. അപ്പോൾ അവിടെ നമുക്ക് കൊട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കൊട്ടിന് ക്ലാസ്സിനെ പരിചയമുള്ള ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ അത് വേഗം മനസ്സിലാവും. നമ്മൾ സാധകം ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കാലം സാധകം ചെയ്യുന്നത് എന്താ? ത കീ ട ത കീ ട സമകാലം. അതുപോലെ തന്നെ ഈ 96ലേക്ക് നമ്മൾ കാലിട്ട് തുടങ്ങുന്നത് സമകാലത്തിലാണ്. ട് ന ന ന ഈ കാലത്തിൽ തന്നെ ആയിരിക്കും വലന്തലയും പിടിക്കുന്നുണ്ടാവുക. താളവട്ടം തുടങ്ങിയാൽ, നില കൊട്ടാൻ തുടങ്ങിയാൽ വലന്തല പിടിക്കുന്നതും ഇതുപോലെ ഈ സ്പീഡിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഖണ്ഡത്തിൻ്റെ അവസാനത്തിലെ അതിനെ നമ്മൾ ഇരട്ടി പിടിക്കും, ഇരട്ടിയിലേക്ക് കിടക്കും. സാധകം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണു? ത കീ ട ആദ്യത്തെ കാലം ത കീ. അടുത്ത കാലോ ത കീ ട ത കീ ട ത കീ ട ത കീ ട. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ കാലിടുന്നതും അടുത്ത കാലത്തിലേക്ക് കടക്കണു. വലന്തല താളത്തിൻ്റെ അടുത്ത കാലത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. താളവട്ടത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡത്തിൽ വലന്തല താളത്തിൻ്റെ സമാനമായിട്ട് കാലിട്ട് തുടങ്ങി അതിൻ്റെ അവസാനത്തിൽ നിന്ന് ഇരട്ടി പിടിച്ചിട്ട് താളത്തിൻ്റെ ഇരട്ടി കാലത്തിലേക്ക് കടന്നു. അത് കഴിഞ്ഞിട്ട് കലാശത്തിൻ്റെ ഖണ്ഡം വരെ ഇരട്ടി കാലത്തിലാണ് പോവുക. ഇപ്പം 8 അക്ഷരകാലങ്ങളെ കാണിക്കണമെങ്കിൽ 16 കൊട്ടുകൾ ഇടന്തലയിൽ കാണിക്കേണ്ടി വരും. ഇങ്ങനെയാണ് കടന്നു പോവുക. എന്നിട്ട് താളവട്ടത്തിൻ്റെ അവസാനത്തിൽ കലാശത്തിൻ്റെ ഖണ്ഡം അവസാനിപ്പിച്ച് നിലയിലേക്ക് കയറുമ്പോൾ ഒരക്ഷരകാലത്തിൽ 4 കൊട്ടുകൾ വരുന്ന രീതിയിലേക്ക്, അതായത് നേരത്തെ പറഞ്ഞ അടിസ്ഥാന താളത്തിൻ്റെ 3ാമത്തെ കാലം ത കീ ട സമകാലം ത കീ ട ഇരട്ടി പിടിച്ചാൽ ത കീ ട ത കീ ട ത കീ ട ത കീ. നില തുടങ്ങിയാൽ തക്കിട്ട 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 തക്കിട്ട. അപ്പോഴാണ് നിലയിൽ ഒരക്ഷരകാലത്തിൽ 4 കൊട്ടുകൾ വരുന്ന രീതിയിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പം ഇനി നമുക്ക് കാലിട്ട് കാണിക്കുന്നതിൻ്റെ ഒരു നിയമം കൂടിയും. കാലമിടുമ്പോൾ ഓരോ താളവട്ടത്തിലത്തെയും ഓരോ ഖണ്ഡങ്ങളുടെയും അവസാനത്തിലെ തുറന്നടിച്ച് കാണിക്കണം. ഒരു ഖണ്ഡത്തിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉപഖണ്ഡങ്ങൾ എന്ന് പറയും. ആ ഉപഖണ്ഡങ്ങളുടെ മുഴുവൻ അവസാനത്തെ ഒരക്ഷരകാലത്തിനെ നേർഗോലടിച്ച് കാണിക്കണം. താളവട്ടത്തിൻ്റെ അവസാനത്തിൽ വരുന്ന കലാശത്തിൻ്റെ ഖണ്ഡത്തിനനുസരിച്ചിട്ട് താളം പിടിച്ച് ഖണ്ഡത്തിലെ ഓരോ അക്ഷരങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കാലിട്ട് കാണിക്കണം. ഒന്ന് കാലിട്ട് കാണിക്കാം. ആദ്യത്തെ ഖണ്ഡത്തിലെ 4 ചെമ്പടവട്ടം, അതിലെ ത 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 ദീം ദീം ദീം. ഈ ത ദീം 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 എന്നുള്ളവർക്ക് ഇരട്ടി പിടിക്കും. അവിടുന്ന് അങ്ങോട്ട് കടന്നു പോകുന്നത് മുഴുവൻ ഇരട്ടികാലത്തിലായിരിക്കും. 8നെ കാണിക്കാൻ 15 കോലുകൾ വക്കത്തും 1 കോല് നടുക്കിലും ഇടന്തയിൽ വരും. ആ 1 കോല് നടുക്കിൽ വരുന്നതിലായിരിക്കും വലന്തലയും ഇലത്താളവും കൂടുന്നുണ്ടാവുക. അതുപോലെ ഖണ്ഡത്തിൻ്റെ അവസാനത്തിലത്തെ ത ദീം 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 എന്ന് പറയുന്ന ആ ഇരട്ടി പിടിക്കുന്ന ഭാഗത്ത് വലന്തലിയും ഇലത്താളവും അതിലേക്ക് കാലിടുന്നതിലേക്ക് കൂടും. കൊമ്പും കുഴലും കാലിടുന്നതിലില്ല. അപ്പോൾ ഇരട്ടി പിടിക്കുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് വലന്തലിയും ഇലത്താളവും കൂടുന്നത്. കാലമിടുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. കാലിട്ട് കാണിക്കാം ഉണ്ണിഷ്ണ.
ഇനി 15 കോല് പക്കത്ത് വരും. എണ്ണിക്കോളം. ഇനി 7 കോല് പക്കത്ത് വെച്ചതിന് ശേഷം കൂട്ടിയടിക്കും. ഇത് 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. കലാസിന്റെ കണ്ടത്തിലേക്ക് കടന്നു. ഇങ്ങനെയാണ് 96 അക്ഷരങ്ങളെ കാലമിടുന്നത്.